മോളെ എന്താ ആ പറ്റി? അക്ക ഞാൻ അപ്പുറത്തൊക്കെ നോക്കിയില്ല, എന്നെ കണ്ടില്ല. ഒന്നുമില്ല. ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ വന്നിരിക്കുന്നു. എന്താ കണ്ണൊക്കെ കലങ്ങിന്ന്? കരയായിരുന്നു നീ? അല്ല, ഞാൻ കരട് പോയത്. കരട് പോയത് ഇന്നലെ. എന്താ കാര്യം പറ. എന്താ പറ്റി? ഒന്നുമില്ല, എന്നും പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ആ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അയാളെ എന്നും ഇന്നപ്പത്രേ ഒന്നും കുറെ ചീത്ത. ആൾക്കാർ വഴിയിലുള്ളവരൊക്കെ നോക്കുക. എന്റെ ഉടനെ തല്ലലുണ്ടോ? പിന്നെ അയാള് പറയണത് എനിക്കൊരു തടിമാടനായ ഒരു ആങ്ങളല്ലേ, അവനോട് ഉണ്ടാക്കി തരാൻ പറയും. എന്തെങ്കിലും ചെയ്തിട്ട് ആ സ്ത്രീധനം കൊണ്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത്ര കാലമായിട്ട് ചിന്തിച്ചൊന്നും പറയായിരുന്നു. ഇതിപ്പോ ഞാൻ ഇങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് പറയണ്ടായത്. ഞാൻ എങ്ങനെ പറയാ, വീട്ടിൽ പറയണം എന്ന് വിചാരിക്കുമ്പോ അവിടുത്തെ അവസ്ഥ ആലോചിക്കുമ്പോ പിന്നെ പറയണ്ട, നമ്മൾ തന്നെ സഹിക്കാന്ന് വിചാരിക്കും. എന്താ ഞാൻ ചെയ്യാ? നമുക്ക് അറിഞ്ഞൂടെ? എന്റെ കല്യാണം നടത്തി തന്നെ ഉള്ളതൊക്കെ വിറ്റ് പെറുക്കിട്ടാ. നമ്മളിപ്പോ കഴിയുന്നത് ക്വാർട്ടേഴ്സിലാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ അവനൊന്ന് കാണട്ടെ, ഞാൻ സംസാരിക്കാതെ. എന്താന്ന് വെച്ചാ പറയാ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിക്കാൻ പറ്റൂല. നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ വീട്ടിലത്തെ ആലോചിച്ചിട്ട് ഞാൻ പറയാത്തതും അങ്ങോട്ട് വരാത്തതുമാണ്. അവിടുത്തെ കാര്യം ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടെ? ഉമ്മാക്ക് അതുകൊണ്ടാ ഞാൻ സുഖമില്ല. വരാത്തത്. ഉമ്മാന്റെ മുഖം ആലോചിക്കുമ്പോ അങ്ങോട്ട് വരാൻ തന്നെ തോന്നൂല. നമുക്ക് സഹിക്കാന്ന് വിചാരിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടേ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ ശരിയാക്കി തരാം. കല്ലിന്റെ കുട്ടി പിടിച്ചേക്ക്. എനിക്ക് തന്നെ ആ 17ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണക്കാട്ടി നല്ലത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലിയാക്കി തന്നാ മതി. എന്നാ ഇതൊന്നും അനുഭവിച്ച് എനിക്ക് ജീവിക്കണ്ടില്ലേ? എവിടെങ്കിലും വല്ല പണിക്കും പോയിട്ട് സുഖമായിട്ട് എനിക്ക് ജീവിക്കാൻ. ഉള്ളത് വെട്ടി പെറുക്കേണ്ട കാലമാണ് എനിക്ക് കൊടുത്ത്. നിങ്ങൾ തികയണില്ല എന്ന് പറഞ്ഞ് പിന്നെ എന്നെ ഉപദ്രവിക്കും. ഒരു ദിവസം ഞാൻ കരയാത്ത ദിവസമല്ലേ? എന്റെ അമ്മാനി ഇപ്പാനി കാക്കാനി എന്നും വിളിച്ചു പറയും. എനിക്കിപ്പം തന്നെ കല്യാണം കഴിച്ച് വിടാൻ താല്പര്യം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എല്ലാരും കൂടി പറഞ്ഞു, അമ്മോനും നാട്ടുകാരും കാരണന്മാരൊക്കെ പറഞ്ഞപ്പോ കേൾക്കല്ലാതെ പാകല്ല. കാരണം വെച്ചാൽ എനിക്കല്ലാതെ അതിനുള്ള വേറെ വകുപ്പില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, കാക്കാക്കുണ്ടല്ലോ ഒരു പെൺകുട്ടി വളരണേ, അവൾക്ക് എന്തേലും ഒരു ജോലിയാക്കി അവളുടെ കാലിലൊന്ന് നിൽക്കാനായി, എന്നിട്ട് അവൾ കല്യാണം കഴിച്ചാൽ മതി. ഇതേപോലെ ആക്കരുത്. വാ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. ഒന്നും വേണ്ട, എന്നോട് കരാതി ഇരുന്നാ മതി. ഞാൻ എന്നൊക്കെ അപ്പുറത്ത് കാണാഞ്ഞിട്ടേ ഒന്ന് നോക്കിയതാ. ഈ അവനോട് ഒന്നും മിണ്ടാനൊന്നും പോണ്ട. ഞാൻ വിളിച്ച് സംസാരിക്കുകയും ചെയ്തോളാം കേട്ടാ. എന്തെങ്കിലും ചെയ്തിട്ട് കൊടുത്തോളാം. ഇറങ്ങട്ടെന്നാ കേട്ടാ. കരയരുത് കേട്ടാ. ശരി.